സമ്മർ ഡ്രിങ്ക്സിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് കരിക്ക് ഡേറ്റ്സ് ഷേക്ക്. ഡേറ്റ്സ് 5 എണ്ണം കുരുമാറ്റി പാലിൽ കുതിർത്തെടുത്തത്, കരിക്ക് 2 എണ്ണം, തണുത്ത പാല് 1 കപ്പ്, അണ്ടിപ്പരിപ്പ് 25 ഗ്രാം കുതിർത്ത് എടുത്തത്, മിൽക്കി മിസ്റ്റ് സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്ക് 4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ ആകാം. ആദ്യം കരിക്കിൻ്റെ പീസസ്. ഇതിപ്പോൾ ഒരു 2 കരിക്കുണ്ട്, നല്ല വഴുമ്പലായിട്ടുള്ള നല്ല സോഫ്റ്റ് ടെൻഡർ കരിക്ക്. പിന്നെ ഒരു 25 ഗ്രാം അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തത്, അത് ചേർക്കാം. പിന്നെ ഒരു പ്രധാന കാര്യം ഡേറ്റ്സ് ആണ്. ഇതൊരു 5 ഡേറ്റ്സ് ഉണ്ട്, 5 or 6 ഡേറ്റ്സ് ഒരു 1/2 കപ്പ് പാലിൽ കുതിർത്തത്. എത്ര കാര്യങ്ങളായി. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് മിൽക്കി മിസ്റ്റിൻ്റെ സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്കും കൂടി ചേർക്കാം. ഇതിനകത്ത് മധുരം എന്നുള്ളത് ഇപ്പോൾ ഡേറ്റ്സിൻ്റെ മധുരം മാത്രമല്ലേ ആയിട്ടുള്ളൂ. ഇനി കുറച്ച് അല്ലാണ്ട് ഒരു സ്വീറ്റ്നെസ് 2-3 ടേബിൾ സ്പൂൺ. അപ്പോൾ കണ്ടൻസ് മിൽക്കും ചേർത്തു. ഇനി എന്താ പറയുക, പാലുണ്ട്, നമ്മൾ 2 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് കുറച്ച് ഒഴിക്കും. എന്നിട്ട് മിക്സിയുടെ ജാറ് അടച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാം. നല്ല റിച്ച് ആൻഡ് ക്രീമിയാണ്. അതിൻ്റെ ആവശ്യാനുസരണമാണ് നമ്മളിതിലേക്ക് പാലൊഴിക്കേണ്ടത്. ഒരല്പം പാലും കൂടി ഞാൻ ഒഴിക്കുന്നു. ഓക്കെ, 1 കപ്പ് പാല് എക്സ്ട്രാ. അപ്പോൾ ടോട്ടൽ 1.5 കപ്പ് പാല്. ഇതിൽ നമ്മൾ പഞ്ചസാര ചേർത്തിട്ടേ ഇല്ല. മിൽക്കി മിസ്റ്റ് സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്കിൻ്റെ മധുരവും ഡേറ്റ്സിൻ്റെ മധുരവും ഇനി ഒരു വലിയ ജാറിലേക്ക് ഒഴിക്കും. ഗംഭീരമായിട്ടുള്ളൊരു കരിക്ക് ഡേറ്റ്സ് ടെൻഡർ കോക്കനട്ട് ഡേറ്റ്സ് മിൽക്ക് ഷേക്ക് ഇസ് റെഡി. ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി, ഗംഭീരമായിരിക്കും. ഒരു 2 കരിക്കിൻ്റെ അകത്ത ഭാഗമുണ്ട്, കുറച്ച് പാലുണ്ട്, 1.5 കപ്പ് പാല്, ഡേറ്റ്സ് 4-5 ഉണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്. പിന്നെ മധുരം നിങ്ങൾക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, ഇല്ലെങ്കിൽ അതും കൂടി ചേർത്താൽ കുറച്ചുകൂടി റിച്ച് ആയിരിക്കും, അടിപൊളിയായിരിക്കും.